നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും അടിപൊളിയായിട്ടിരിക്കുന്നു. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് അപ്ഡേറ്റ് വീഡിയോ അല്ലേ ഇതോ എപ്പിസോഡ് റിവ്യൂ വീഡിയോ എന്ന് പറയാം. എപ്പിസോഡിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല, കാരണം അത്ര അധികം ഒരുപാട് പറയേണ്ട കാര്യങ്ങളല്ല, ഒരുപാട് കാര്യങ്ങൾ പറയാനില്ല. പക്ഷെ ഉണ്ടായ സംഭവത്തിൽ വളരെ ക്വിക്കായിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അല്ലേ വിധു? കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലേ വിധു? കുറച്ച് ദിവസമായി വന്നിട്ട് അനിയന്റെ കല്യാണമായിരുന്നു, അപ്പൊ അതിന്റെ പരിപാടികളായിട്ട് തിരക്കായിട്ട് അങ്ങനെ അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോയിൽ ഉണ്ടായിരുന്നത്. യെസ്, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ എപ്പിസോഡിലേക്ക് കിടക്കാം. അതായത് ഇന്ന് അറിയാലോ, എല്ലാ ദിവസത്തിൽ നിന്നും വ്യത്യാസമായിട്ട് ഇന്ന് 8 മണിക്കല്ല, രാവിലെ 5 മണിക്കാണ് ബിഗ് ബോസ് ഇവരെ വിളിച്ച് എണീപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് എല്ലാവർക്കും എപ്പിസോഡ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇതായിരുന്നു. കാരണം ലൈവിലൊന്നും കണ്ടിട്ടില്ല, ഫസ്റ്റത്തെ ഭാഗമൊന്നും ലൈവിൽ കണ്ടിട്ടില്ല, ആരും ശ്രദ്ധിച്ചിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ഞാൻ രാവിലെ തന്നെ എനിക്ക് അതിന്റെ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കുറച്ച് പേര് അയച്ചു തന്നിരുന്നു. കുറച്ച് കമന്റ്സും കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് ഞാൻ എന്താണ് സംഭവിച്ചതെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പക്ഷെ നമ്മൾ നേരിട്ടത് കംപ്ലീറ്റ് കാണുന്ന സമയത്ത്, അതായത് കറക്റ്റ് ആയിട്ടുള്ള ആംഗിളിൽ നിന്ന് ക്യാമറയിൽ നിന്ന് കാണുന്ന സമയത്തല്ലേ വളരെ കൃത്യമായിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പറയാണ്ട് വളരെ ക്വിക്കായിട്ട് കാര്യം പറയാം. ഷാനവാസ് എന്ന് പറഞ്ഞിട്ടുള്ള ബിഗ് ബോസ് മലയാളം സീസൺ 7 ഏക ആൺകുട്ടി അല്ലേ വിധു? സത്യം, ഏക ആൺകുട്ടി. നല്ല, ഞാൻ ഇനിയിപ്പോ മീശേന്റെ കാര്യം എന്ത് പറയുകയാണെന്നുണ്ടെങ്കിലും ആൺകുട്ടി പെൺകുട്ടി എന്നൊന്നും നമ്മൾ തരംതിരിച്ച് പറയാറൊന്നുമില്ല. പക്ഷെ ഇന്ന് പറഞ്ഞു പോയി, കാരണം ഒറ്റ ഒരുത്തനും ഒന്നിനും വയ്യ. അതിന് നട്ടലുള്ള ഉറപ്പുള്ള ഒരുത്തം പോലും അതിനുള്ളില്ല. അതിന് ഒരു ആൺകുട്ടി അവിടെ ഉണ്ടായത് ഷാനവാസാണ്, പറയാതെ വയ്യ. ഒന്ന് അത് പറയാനുണ്ട്. കാര്യങ്ങളൊക്കെ കിടക്കുന്നതിന് മുന്നേ രണ്ടാമത്തെ കാര്യം, ആദില പറയാതിരിക്കാൻ വയ്യ, മാക്സിമം വെറുപ്പിച്ചിട്ടുണ്ട്. അയ്യോ, ഇത്രയും ഒരു റിയാസിന്റെ ഒരു വരവോട് കൂടി നെഗറ്റീവായി പോയ ഒരു ക്യാരക്ടറാണ് ആദില. ആദിലയുടെ ശരിക്കുള്ള ക്യാരക്ടർ ഇതാണ് എനിക്ക് തോന്നിപ്പോയി. ആ മുഖം ഇരിക്കണതും ഭാവവും. പ്രത്യേകിച്ച് പറയാൻ കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഈ കാണുന്നവർക്കൊക്കെ അറിയുണ്ടാവും, കുറെ ദിവസങ്ങളായിട്ട് ആദില ഷാനവാസിനെ ഇരുന്ന് സംസാരിച്ച് ഇക്ക വിളിച്ച് സംസാരിച്ച് ഓരോരുത്തരെയും ആദില വെറുപ്പിച്ചിട്ടുണ്ട്. അനുമോളേക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചത് ആദിലയാണ്. ലൈവ് കാണുന്നവർക്ക് അറിയാം. അനുമോളെ വെറുപ്പിച്ചു, അങ്ങനെ ഓരോരുത്തരെയും, ബിന്നിനെ പറ്റി ഓരോരുത്തരെ പറ്റി പറഞ്ഞെടുത്ത് അതിലെങ്ങനെ അങ്ങനെ കൂടി. അപ്പൊ ഷാനവാസിന് ഇവരോട് ഇത്തിരി ആത്മാർത്ഥത ഉണ്ടായിരുന്നു, ആദിലയോട് നൂറേനോട്. അവരോട് ആത്മാർത്ഥത. ആദില ഇന്നങ്ങോട്ട് മാറി റിയാസിന്റെ ഒരു ഒറ്റ വരവോടുകൂടി, റിയാസ് പറയണേൽ എന്തോ കാര്യമുണ്ട് എന്ന് കരുതി ഒറ്റ മാറി ആ മുഖം പിടിച്ചിരിക്കണം. പിടുത്തൊക്കെ കണ്ടാടല്ലോ, ഈ വീക്ക് ഔട്ടായി പോയിക്കോട്ടെ തോന്നിപ്പോയി. സത്യം, ഞാനും തന്നെ ഒന്ന് പറയുകയും ചെയ്തു ഈ വീക്കില് ആദിലക്കുള്ള വല്ല. പക്ഷെ ഒരു കാര്യം ചെയ്തു, ഈ വീക്ക് എൻ്റെ ഈ ഒരു പരിപാടി നടന്നത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നറില്ല. ഈ റിയാസ് ഇന്ന് കാണിച്ചിട്ടുള്ള കൂത്ത്, അതിന് ആടിയിട്ടുള്ള ആദില, ഈ ഇത് സംഗതി ശരിക്ക് ഒരു മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ അല്ലെങ്കിൽ വോട്ടിംഗ് ലൈൻസ് ഓപ്പൺ ആവുന്ന സമയത്താണ് ചെയ്തിരുന്നെങ്കിൽ ആദിലയ്ക്ക് ഈ ആഴ്ച വീട്ടിൽ പോകാമായിരുന്നു അല്ലേ? യെസ്, അപ്പൊ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. എന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അതിൻ്റെ ഒരു അഭിപ്രായം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇതൊരു ഹോട്ടൽ ടാസ്ക് ആണ്, അത് എല്ലാവർക്കും ബോധ്യം വേണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഒരു ബിഗ് ബോസ് ഹൗസ് ആണ്, ആ ഒരു ബോധ്യം വേണം. ഇത് അതുമല്ല, അടിസ്ഥാനപരമായിട്ട് ഇതോ റിയാസ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് മീശ ഉള്ള വ്യക്തികളെ ഒന്നുകൂടി വളരെ കൃത്യമായിട്ട് പറയുകയെന്നുണ്ടെങ്കിൽ മീശ വെച്ചവരെ, അതായത് കുറച്ച് പൗരുഷമുള്ളവരെ റിയാസിന് താല്പര്യമില്ല. റിയാസിന് ഇല്ലാത്തൊരു സംഭവമാണത്. ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ ഈ LGBTQ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്ത് ഒരുപാട് സംസാരിച്ച ഇപ്പോഴും ആ കമ്മ്യൂണിറ്റീനെ തള്ളി പറയണില്ല. ആ കമ്മ്യൂണിറ്റിയോട് എന്താ പറയാ, നോർമലായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം നമ്മളെയൊക്കെ പോലെ എല്ലാവരെ പോലെ നോർമൽ ആയിട്ടുള്ള ആൾക്കാരാന്നുള്ള പോലെ തന്നെയാണ് കാണുന്നത്. അതിലപ്പുറത്തേക്ക് വേറെ ചിന്തിക്കുന്നു പോലുമില്ല. പക്ഷെ ഇവരെന്തിനാണ് മറ്റുള്ളവരെ, ഇപ്പൊ ഷാനവാസിനൊക്കെ എന്തിനാണ് ആ രീതിയിൽ ശരിക്കും ഒരു വേറെ രീതിയിൽ കാണുക? അത് മാത്രല്ല, ഇന്ന് റിയാസ് ചെയ്ത പ്രവൃത്തി ശരിയല്ല. കാരണം പെട്ടെന്ന് ഇയാളോട് ഷാനീഷിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയായിരുന്നു, ഇവിടുത്തെ പരദൂഷണം ചോദിച്ചിട്ട്. അപ്പൊ രാവിലെ തന്നെ ഗോസിപ്പ് പറയാൻ പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ രാവിലെ എണീറ്റ സമയത്ത് തന്നെ ഒന്നുകിൽ റിയാസിന്റെ തലേന്ന് ഉദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ബിഗ് ബോസ് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്, ഈ രണ്ടിലൊരു ഒരു പ്രവൃത്തി കൊണ്ട് രാവിലെ തൊട്ട് തന്നെ അവിടെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തീരുമാനിച്ചു. ഞാൻ ഇതിന് മുന്നേ ഞാൻ എൻ്റെ വീഡിയോയിൽ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
ഈ പിന്നെ ശോഭ വന്നിട്ട് അനീഷിനെ മേക്കപ്പ് ചെയ്യിച്ച കാര്യം, അത് കഴിഞ്ഞിട്ട് റാമ്പ് വാക്ക് ചെയ്യിച്ച കാര്യം, പിന്നെ ആദിലിനും നൂറനും ഒന്നിപ്പിച്ചു. ഇതിലൊക്കെ ഒരുപാട് എന്തൊക്കെയോ അജണ്ടകളുണ്ട് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. ഇവരെന്തിനാ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത്? ഇവർക്ക് ഇവരോട് റെസ്പെക്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ച് അത് അവരോട് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുക. അല്ലാണ്ട് മനുഷ്യന്മാരെ എല്ലാവരെയും ഒന്നും അങ്ങനെ ആക്കാൻ വേണ്ടി നടക്കൊന്നും വേണ്ട. ഓരോരുത്തർക്കും ഓരോ ചിന്ത. നമ്മൾ ഈ ആദിലേനെയും നൂറ ഇവരെയൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണവരായിരുന്നു നമ്മള്. പക്ഷെ ഞാൻ സാധാരണ ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടാണ് ആദിലേനെയും നൂറേനെയും കണ്ടിട്ടുള്ളത്. സാധാരണ അവിടെ ഉള്ള ബിന്നിന്റെയും അനുവിന്റെ ഒക്കെ പോലെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അതുകൊണ്ടാണ് പറയണത് ഇന്നൊന്നും ആദിലയുടെ ബിഹേവിയർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ആദില ഡബിൾ സ്റ്റാൻഡ് ആണ് കളിക്കുന്നത്. ഡബിൾ സ്റ്റാൻഡ് ശരിക്കും ചതിക്കുക എന്ന് പറയില്ലേ, ഒരു ചതിക്കുന്ന ക്യാരക്ടർ. ഷാനവാസിന്റെ ഒപ്പം കൂടി സംസാരിച്ചിട്ട് അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ വിഷയത്തിൽ പോയി. അല്ല, വിഷയത്തിന് പോയി. എന്ത് വിഷയം നമ്മൾ സംസാരിച്ചത്? എന്തൊക്കെ അല്ല, അനീഷിനോട് ചോദിച്ചു, അപ്പോഴാണ് തുടങ്ങിയത്. അതവര് കണ്ടിട്ടുണ്ടാവും, ഇത് എപ്പിസോഡ് കണ്ടിട്ടുണ്ടാവും. എപ്പിസോഡ് നമ്മൾ നറേറ്റ് ചെയ്യുന്നില്ല, കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാരൊന്ന് വെയിറ്റ് ചെയ്ത എപ്പിസോഡിന് വേണ്ടി. പക്ഷെ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ റിയാസ് കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവം എന്താണെന്നറിയോ? സോഷ്യൽ മീഡിയയിലും ബിഗ് ബോസിനകത്തും റിയാസിനെ കാണുന്നത് മുതൽ റിയാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെറുതെ പോയിരിക്കുന്ന ആൾക്കാരെ പോയി ചൊറിയ അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുക. റിയാസ് ആൾക്കാരെ ട്രിഗർ ചെയ്യും, എന്നിട്ട് അവരിങ്ങോട്ട് തിരിച്ചു പറയുന്ന കാര്യത്തിൽ റിയാസ് ട്രിഗേർഡ് ആയിട്ട് അവസാനം സോഷ്യൽ മീഡിയയിലിട്ട പോസ്റ്റ് ആണെങ്കിലോ എന്തിൻ്റെ പേരിലോ ചെയ്ത സ്റ്റേറ്റ്മെന്റ്സിന്റെ പേരിൽ മാറി നാണം കെട്ട് പോകുന്ന ഒരു പാറ്റേൺ ആണ് ഇവൻ കാലാകാലങ്ങളിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടുത്ത അധ്യായമാണ് ഇന്ന് രാവിലെ സംഭവിച്ചിട്ടുള്ളത്. ഇവൻ സത്യം പറഞ്ഞാൽ ഷാനവാസിനെ ചൊറിഞ്ഞു, ഷാനവാസിനെ ട്രിഗർ ചെയ്യാൻ നോക്കി. പക്ഷെ അവിടെ വളരെ കൃത്യമായിട്ട് ട്രിഗേർഡ് ആയത് റിയാസ് ആണ്. ശരിക്കും റിയാസ് ആണ് ട്രിഗേർഡ് ആയത്. പിന്നെ റിയാസിനോട് തിരിച്ചു വല്ലതും ആരെങ്കിലും പറഞ്ഞാൽ റിയാസിന് ഒരു പുച്ഛാണ്. ഇനിയിപ്പോ ഈ സീസണിൽ റിയാസിനെ പറ്റി സംസാരിക്കാൻ ശരിക്കും ആവശ്യമില്ല, കാരണം ഗസ്റ്റായി വന്ന അയാൾക്ക് ഈ സീസണോട് യാതൊരു ബന്ധവുമില്ല, വെറുതെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നതാ. പക്ഷെ അയാളുടെ കാണിക്കൽ കണ്ടാല് ഞാൻ പറയട്ടെ, കുട്ടിയുടെ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അഖിൽ മാരാറിന്റെ സീസണിലൊക്കെ റോബിൻ വന്നിട്ട് ഒരു കളി കളിച്ചപ്പോ വിഷ്ണു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സീസൺ വേറെയാണ്, ഇത് ഞങ്ങളുടെ സീസണാ, ഈ സീസണില് കളിക്കേണ്ട. അത് ഞാൻ ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്. വിഷ്ണു ഒരൊറ്റ പറച്ചില്ല, അതായത് റോബിനയിൽ ഇടപെട്ട് ഇവരെ കൊണ്ട് ആരെയോ അഖിലിനെ പുറത്താക്കാനുള്ള ശ്രമം എന്തൊക്കെയോ നടക്കുമായിരുന്നു, ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോഴാണ് വിഷ്ണു ഉറക്കെ വിളിച്ചത്, ഇത് സീസൺ 5 ആണ്, 4 അല്ല, ഞങ്ങളുടെ സീസണാണ്, വിട്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ചോദിക്കാൻ ഒരാളെ ആവശ്യമായിരുന്നു. കാരണം ഇതിൽ ഈ ടാസ്കിൽ ഗസ്റ്റ് ആയിട്ട് ഇരുന്നാൽ മതി, ഇതിൽ കയറി ഇടപെട്ട് അവിടെ കുപ്പ വെതറണ്ടയോ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് എടുത്ത് ഒരു ഗസ്റ്റ് ഹോട്ടൽ ടാസ്ക് ആണെന്ന് വിചാരിക്കൂ. ഹോട്ടലിൽ വന്നിട്ട് ഇത് ശരിക്കും അങ്ങനെ അഭിനയിക്കുന്നത് വെച്ചാൽ ഹോട്ടലിൽ വന്നിട്ട് ഒരു വർക്കറോടുള്ള ദേഷ്യത്തിന് ഒരു ഗസ്റ്റ് അവിടുത്തെ ബെഡ്ഷീറ്റ് മാറ്റുക എല്ലാം ഒക്കെ വലിച്ചെടുക്കുക ചെയ്യും. പ്രാന്താന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയില്ലേ, പ്രാന്താന്ന് പറഞ്ഞിട്ട് മാനേജ്മെന്റ് ടീമും വന്നിട്ട് കൊണ്ടുപോയില്ലേ. ഇനി ആ വർക്കർക്ക് തിരിച്ചു ചോദിക്കാനുള്ള അവകാശം ഇല്ല എന്നാ പറയണത്. ഈ പിന്നെ എന്താ പറയാ, ഓണർ പറയണ അതേപോലെ ഇരിക്കണം അത്ര. ശരിക്കുള്ള ഹോട്ടലായിട്ടാണ് ഇവര് അഭിനയിക്കുന്നത് വെച്ചാലേ ഏതൊരു ഹ്യൂമനും ഏതൊരു മനുഷ്യനും നമുക്ക് ഇഷ്ടപ്പെടാത്തത് കണ്ടാൽ പ്രതികരിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോ അയാളെ ഡിസ്മിസ് ചെയ്യാനുള്ള അവകാശം ആ മാനേജ്മെന്റിനും ഉണ്ട്. ഇത് രണ്ടും ചെയ്യാ, അല്ലാണ്ട് ഇയാളെ പിന്നെ ക്രൂശിക്കുക, കുറെ ഇത് വിട്ടുകൊടുക്കുക. അതൊന്നും പോരാത്തതിന് എനിക്ക് ഈ കാര്യം കൊണ്ടാണ് നെവിനോട് ശരിക്കും ദേഷ്യം പിടിച്ചതെന്ന് അറിയാം. ഒരു ചീഫ് മെഡിക്കൽ ഓഫീസർ ആയിട്ടുള്ള നെവിൻ കണ്ടിരിക്കുന്നു എന്തൊക്കെയോ ഒരു നിവിൻ ഭയങ്കര ബോറാട്ടോ. ഇനി ആർക്കൊക്കെ എന്റർടൈൻമെന്റ് ആയാലും കുഴപ്പമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നിവിൻ ഭയങ്കര ബോറാ. പിന്നെ ഇന്ന് ഷാനവാസ് റിയാസിനോട് ഒരു തരി പോലും വിട്ടു കൊടുക്കാതെ നിന്നുകൊണ്ട് മാത്രം ഷാനവാസിനോട് ശരിക്കും റെസ്പെക്ട് തോന്നിപ്പോയി, ഭയങ്കര ഇഷ്ടം തോന്നിപ്പോയി. സെൽഫ് റെസ്പെക്ട് ഉണ്ട്, കാരണം കൊടുക്കരുത്, വിട്ടുകൊടുക്കരുത്. നമ്മൾ എന്തിനാ അങ്ങനെ ചെയ്യണത്? റിയാസ് ഇന്ന് ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറി ഇട്ടിരിക്കണോ, അതായത് ഞാൻ പ്ലേ ചെയ്യണില്ല, ഞാൻ എടുത്തു വെച്ചില്ല. അതായത് ഏഷ്യാനെറ്റും ഇട്ട് കഴിഞ്ഞാൽ അത് കോപ്പിറൈറ്റ് ആവും. ഏഷ്യാനെറ്റും ഷാനവാസും കൂടി കൊളാബ് ചെയ്തിട്ടിട്ട റീൽസിന് റിയാസ് ചിരിച്ചും കൊണ്ടാണ് സ്റ്റോറി ഇട്ടിട്ടുള്ളത്. ഇവൻ എന്തുദ്ദേശിച്ചിട്ടാണ് സ്റ്റോറി എന്തിനാണ് അവൻ ചിരിച്ചത്? റിയാസിന് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും ഇനിയിപ്പോ എതിർത്ത് പറയൊക്കെ ചെയ്താലും അവരോട് പുച്ഛ എന്നൊക്കെ കാണിക്കും. അപ്പൊ പിന്നെ ഇതും അതേപോലെ തന്നെ ഇരിക്കും. ഇത് രസം എന്താ അറിയോ, ആ റീലില് കംപ്ലീറ്റ് റിയാസിന് കിട്ടുന്നതാണ്. റിയാസ് മാറണ റീൽ, അതായത് ഷാനവാസിന്റെ ഈ പറഞ്ഞ റിയാസിന് ഇല്ലാത്ത, റിയാസ് പുച്ഛിക്കുന്ന, റിയാസ് കളിയാക്കുന്ന, റിയാസ് എന്താ പറഞ്ഞത്, ഫ്രജൈൽ ഈഗോ
ഈഗോ ഉള്ള പുരുഷൻ. ഇതാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. ഈഗോ ഉള്ള പുരുഷൻ, ചീപ്പായിട്ടുള്ള ചീപ്പ് സീരിയൽ, എന്താണ് നാടകം അല്ലല്ല, ചീപ്പ് സീരിയൽ അല്ല ഇത്. അതായത് ഇവര് ഡിസ്കസ് ചെയ്യാണ് ഷാനവാസിന്റെ സ്റ്റാർ ഒക്കെ തിരിച്ചെടുക്കണം, ആർക്കൊക്കെ സ്റ്റാർ കൊടുക്കണം പറഞ്ഞപ്പോ. അപ്പൊ ഞാൻ പറഞ്ഞത് വെച്ചാൽ ഇവൻ ഇത് ഇട്ട് കഴിഞ്ഞാൽ ആ റീല് കണ്ടാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന എന്താ അറിയോ, ഷാനവാസിന്റെ ആ ഒരു പൗരുഷം എടുത്ത് കാണിക്കാണ് ഏഷ്യാനെറ്റ് ചെയ്തിട്ടുള്ളത്. പോടാന്ന് പറഞ്ഞിട്ട് ഒരു ഗസ്റ്റിനെ അവിടുത്തെ തൂപ്പുകാരൻ, പോടാ റൂം സർവീസിലുള്ള ഒരു വ്യക്തി പോടാ എന്ന് പറഞ്ഞ് ആട്ടുന്നൊരു സാധനം അവൻ തന്നെ എടുത്തിട്ട് സ്റ്റോറി ഇട്ടിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേറെ വലിയൊരു ട്രിഗേർഡായി ഇളിയുന്നൊരു സമയം വേറെ ഉണ്ടോ ചോദിക്കുക. പോട്ടെ, അതിന് അത്രയും ബുദ്ധിയുള്ളൂ, അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ ലിപ്സ്റ്റിക്കും കുറെ ഇതൊക്കെ വാരി പൊത്തി കുറെ ഇംഗ്ലീഷ് ഫേക്ക് ചെയ്താൽ ഇത് ഓക്കെ എന്ന് പറഞ്ഞോട്ടെ, ഒന്നും കൂടി സംബന്ധിച്ച് ഓക്കെ അങ്ങനെയല്ല പറയാ, എനിക്കെന്നെ പറ്റണില്ല. അത് ഔക്കായി എന്നൊരു സാധനം ഉണ്ടോ? ഔക്കായി ഹാമുക്കായി എനിക്ക് എന്താ ഔക്കായി മത്ലബ് ഹിന്ദിയാണ്, ഹിന്ദിക്കാർ കുറച്ചെണ്ണങ്ങൾ അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഔക്കായി മത്ലബ്, പിന്നെ വേറെന്തോ ഒരു സാധനം ഉണ്ടല്ലോ, എന്താ ഇത് കഥ. ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ടോ, ഇത് മലയാളികളാണ് കാണുന്നത്, നമ്മളെ ഈ വീഡിയോ കാണുന്നവർ ഒരുപാട്. ഇപ്പൊ ഇംഗ്ലീഷ് എനിക്ക് ചില സമയത്തൊക്കെ വരാറുണ്ട്, അത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നത്. ഇവരെന്തിനെങ്കിലും ഈ ഫേക്ക് ചെയ്ത് പറയുന്നത് എന്ന് തുടങ്ങിയതാണ്. പിന്നെ പോട്ടെ, ഒരു ഗസ്റ്റ് ആയിട്ട് ഒരുത്തം വന്നിട്ടുണ്ടെങ്കിൽ ഗസ്റ്റിന്റെ പരിപാടിക്ക് നിൽക്കുക, ഇല്ലെങ്കിൽ എടുത്തിട്ട് കൊടുക്കുകയുള്ളൂ. അല്ല, അതുകൊണ്ട് ഇപ്പൊ എന്താണ്ടായി, ലക്ഷ്മിക്ക് കുറെ ആൾക്കാരായി, പിന്നെ ഷാനവാസിന് കുറച്ചും കൂടി താങ്ക് യു, നന്നായി. അതായത് ശോഭ ലക്ഷ്മിനെയൊന്നും നമ്മള് എനിക്ക് ലക്ഷ്മിനെ ഇഷ്ടല്ല, ഒരു അഹങ്കാരം പിടിച്ച ലേഡി പോലെ തോന്നിയിരുന്നു. ലക്ഷ്മി ഇപ്പോഴും സപ്പോർട്ട് ചെയ്യണമെന്നില്ല, പക്ഷെ ലക്ഷ്മിനെയൊക്കെ ആൾക്കാരെ കൊണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുത്തിച്ചു. അത് റിയാസും ശോഭയും വല്ല കാര്യമുണ്ടോ? ഇത്രയും ബിഗ് ബോസിൽ പോയിട്ടും ഇതൊക്കെ ചെയ്തിട്ട് ഒരു ബുദ്ധി വെളിച്ചമില്ലാത്ത കുറെ ആൾക്കാർ എല്ലാവരോടും നോർമലായിട്ട് ബിഹേവ് ചെയ്തൂടെ? ഈ ബിഗ് ബോസ് പറഞ്ഞ ഷോയുടെ പ്രത്യേകതയാണ്, ഒരാളെ ടാർഗറ്റ് ചെയ്താൽ അയാൾക്ക് പുറത്ത് ആള് കൂടും. എന്നിട്ട് എന്ത് പിന്നെ ഇവരിങ്ങനെ ചെയ്യണം? ഇവർക്കത് അറിയില്ലേ? അല്ലെങ്കിൽ വേറൊരു സംഗതി കൊണ്ടൊരു ഇത് ആദിലനെ ഒരു കുറെ ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുണ്ടായിരുന്നു, അപ്പൊ നമ്മളും സപ്പോർട്ട് ചെയ്തു. ഞാൻ വെറുത്തു ഫേസ് കാണുമ്പോൾ ദേഷ്യം പിടിക്കാൻ. അത് ടാസ്കിന് വേണ്ടിയിട്ടല്ല. ഇപ്പൊ ആദില പറയുന്നത് സീരിയൽ അല്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ടാസ്കിന്റെ ഇടയിൽ കൂടി എന്തിനാ ആദില അതായത് സീരിയൽ അവർക്ക് ടാസ്ക് മാറി സംസാരിക്കാം. ഷാനവാസ് ഇവരൊന്നും മാറാൻ പറ്റില്ല. അവരത് സീരിയലാണെന്ന് പറയണം. എന്തുകൊണ്ടാണെന്നറിയോ? ഉള്ളില് ആ ഒരു ഗ്രഡ്ജ് കിടക്കാണ്, ആ ഒരു സാധനം ഉള്ളിൽ കിടക്കണം. പക്ഷെ അവിടെ സീരിയലിൽ അഭിനയിക്കുന്ന ബിന്നിനോടും അനുവിനോടൊക്കെ പുച്ഛം തോന്നിപ്പോയി. കാരണം അത് അത്ര സീനാക്കിയാ പോരാ, ബിന്നി അത്ര ചെയ്താ പോരാ. കാരണം സീരിയൽ ഇത്ര ചീപ്പാണോ? എനിക്ക് അറിയാനുള്ള ക്വസ്റ്റ്യൻ, അത് ചീപ്പാണോ? അല്ല, ഈ റിയാസ് പറഞ്ഞ ഒരു വാക്കാണ് ഇത്, ചീപ്പ് സീരിയൽ അല്ലാന്ന്. സീരിയൽ ചീപ്പാണോ? എങ്ങനെ ഈ സീരിയൽ കാരണം ജീവിച്ചു പോണ എത്ര ആൾക്കാരുണ്ട് എന്നറിയോ? അതൊരു പ്രൊഫഷനാണ്, അത് സിനിമയ്ക്ക് പോലെ തന്നെ ഒരു സംഭവമാണ്. അതിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു കലാകാരന്മാരാണ്. അവരെ ഒരു ചീപ്പ് സീരിയൽ എന്ന് പറയാൻ പാടുമോ? അറ്റ്ലീസ്റ്റ് ഒരു സീരിയൽ ആരെങ്കിലും ഇതിനൊന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. അവരെന്താ മിണ്ടാത്തത്? ബിന്നി ചെറിയ കാര്യം കിട്ടിയാൽ മതിയല്ലോ, ബിന്നി തീ കൊളത്തി വിടുള്ള. ബിന്നി എന്തുകൊണ്ട് ഇത് വലിയ പ്രശ്നമാക്കിയില്ല? കാല് കഴുകി വെള്ളം കുടിച്ചും കൊണ്ട് വെള്ളം ഇറക്കിയിട്ട് റിയാസിന്റെ കാല് കഴുകി. അപ്പൊ റിയാസ് പറഞ്ഞ ചില സീരിയലുകൾ ചീപ്പായിട്ടുണ്ട്, ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണേ. ഇവൻ ഏതാ? അവൻ എന്തെങ്കിലും ഒന്ന് ചെയ്തതുണ്ടോ? അത് ചോദിക്കണ്ട. എന്തെങ്കിലും ഒരു കാര്യം കല ചെയ്തിട്ട് കാണിക്കാൻ പറ്റുമോ? സീരിയൽ ചീപ്പാന്നൊക്കെ പറയാൻ എനിക്കെന്തോ ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറച്ച് ലിപ്സ്റ്റിക്കും കുറച്ച് മറ്റേതും വാരി പൊത്തി, കുറച്ച് ഫേക്ക് ആക്സെന്റും പറഞ്ഞ് 2-3 ഷിറ്റും ഫക്കും പറയാതെ റിയാസ് സലീം ഒരു തേങ്ങാ പിണ്ണാക്കും അല്ല. പിന്നെ എന്റെ റിയാസ് പറയണു ഫുൾ ബാഡ് ലാംഗ്വേജ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ റിയാസ് എത്ര പ്രാവശ്യം എഫ് എന്നുള്ള വേർഡ് പറഞ്ഞു എന്നറിയോ? അത് ക്യാപ്ഷനിലോ എന്തോ ഒരു സാധനം എഴുതിക്കണേ, ബിച്ച് മോഡ് ഓൺ. എന്റെ അറിവില് ബിച്ച് മോഡ് ഓൺ, ബിച്ച് എന്ന് പറഞ്ഞാൽ എന്റെ അറിവില് പട്ടി എന്നർത്ഥം അല്ലെ? പട്ടി മോഡാണോ? അത് മീൻസ് പട്ടി ഷോ അർത്ഥം എനിക്കറിയില്ല. പിന്നെ അവിടെ ഉള്ളവരെല്ലാരും കൂടി ഷാനവാസിനെ ഒറ്റപ്പെടുത്തി. അനീഷ് മാത്രം ഷാനവാസിന്റെ, അനീഷ് നല്ല തന്റെ അടുത്തോട് കൂടി നിന്നു കേട്ടോ. അതും അനീഷ് പറഞ്ഞു ഞാൻ എന്റെ ഫ്രണ്ടാണ്, ഞാൻ എന്റെ സുഹൃത്തിനൊപ്പം നിൽക്കും എന്നൊക്കെ പറഞ്ഞപ്പോ ഷാനവാസിന് തന്നെ അത് പക്ഷെ എപ്പിസോഡിൽ കാണിച്ചില്ല അല്ലേ?
ഇത് എപ്പിസോഡിൽ കാണിച്ചില്ല. ലൈവിൽ അടിപൊളി സീനായിരുന്നു കേട്ടോ, പ്ലസിൽ കാണിക്കുന്നുണ്ടാവും. അതായത് അതേപോലെ അനീഷ് ഉറക്കെ പറഞ്ഞു എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ആ പ്രശ്നം ഉണ്ടാവുമ്പോൾ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ ഞാൻ നിൽക്കും, എൻ്റെ ഫ്രണ്ടിന്റെ ഭാഗത്ത് ശരിയാണോ ഇല്ലയെന്ന് ഞാൻ അറിയട്ടെ, അതുവരെ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ കൂടെ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അനീഷ്. പിന്നെ ആ ഒരു ഇഷ്യൂ അത് എങ്ങനെയാ വരും പുറത്തേക്ക് വരാന്ന് അറിയില്ല. അത് ബിഗ് ബോസ് ഒരിക്കലും അത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പോണില്ല. നെവിന്റെ ഇഷ്യൂ ആണ് പറഞ്ഞിട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇപ്പോൾ ഷാനവാസിന് ഇങ്ങനെ എന്തെങ്കിലും അനുഭവം, ഇപ്പം നെവിൻ്റെ ഒരു കേസ് പറയാം. ഞാൻ നെവിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് എല്ലാം പരിശോധിച്ചു. എനിക്ക് ഫീൽ ചെയ്തത് അവൻ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മെയിൽ ക്യാരക്ടറുള്ള വ്യക്തിയല്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ സ്വയം ഗേ എന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള ആൾക്കാരുടെ കൂടെയാണ് അവൻ. അഭിഷേക് ഇല്ലേ, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടുള്ള അഭിഷേക് ജയദീപ്, എനിക്ക് ഇഷ്ടമാണ് അവന്. നല്ല നല്ല നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറയുന്നില്ലേ, പാവാണ്, നല്ലൊരു പയ്യൻ, എനിക്കത് ഇഷ്ടമാണ്. ഞാൻ ഈ ഇതിൽ പ്രകാരം ഈ കോപ്രായം കാണിക്കുന്ന ജാൻമോണി, കോപ്രായം കാണിക്കുന്ന റിയാസ് സലീം, ഈ ബാക്കിയുള്ള കോപ്രായക്കാരിൽ നിന്നും വ്യത്യസ്തനായിട്ട് നല്ലൊരു പയ്യനായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇങ്ങനെയാണെങ്കിലും ഗേ ആണെങ്കിൽ കൂടി അഭിഷേകിന് ഇഷ്ടമാണ് കേട്ടോ. ഗേ ആണെങ്കിൽ കൂടി ഇത് പറയണ്ട, അത് അവരുടെ ഒരു അത് നമ്മളത് സാധാരണയായിട്ട് തന്നെ കാണണം. ഞാൻ അങ്ങനെ തോന്നി. പക്ഷെ ഇത് അത് മാത്രം ശരി, മറ്റുള്ളവരൊക്കെ തെറ്റ് എന്ന് പറയുമ്പോഴാണ് ഇവിടെ നമ്മളെ പോലുള്ള ഒരു ചോദിക്കുന്നത്. മറ്റുള്ളവരെ തെറ്റ് എന്ന് പറയല്ല, അധിക്ഷേപിക്കുക. ഒരു പക്ഷെ ചിലപ്പോൾ അഭിഷേക് ശ്രീകുമാറൊക്കെ തിരിയാനുള്ള കാരണം എന്തായിക്കൂടായില്ല. കാരണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. പോട്ടെ, ഇനി കമ്മിങ് ബാക്ക്, ഞാൻ ഈ കാര്യം പറഞ്ഞു വെച്ചാൽ ഇപ്പൊ നെവിൻ ഇങ്ങനെയാണ്, നെവിന്റെ റീൽസും അതിന്റെ സോഷ്യൽ മീഡിയയിലുള്ളതൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ചാൽ എനിക്കത് പറയാൻ വയ്യ, ആൾക്കാരോട് ടച്ച് അതിൽ വന്ന് അഭിഷേകിന്റെ വീഡിയോയിൽ പറയുന്നുണ്ട് നെവിൻ ഭയങ്കര ടച്ച് തൊട്ടിട്ട് അഭിനയിക്കുന്നത്. അത് ഇഷ്ടപ്പെടാതെ എത്രയോ ആൾക്കാരുണ്ട്. അതിപ്പോ ആണായാലും പെണ്ണായാലും നമ്മുടെ ശരീരത്തിൽ, പെണ്ണിന്റെ ശരീരത്തിൽ ഒരു പെണ്ണാണെങ്കിൽ കൂടി എനിക്കത് ഡിസ്കംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അത് പറയും, എനിക്ക് ഇഷ്ടമല്ല ആ തുടരുന്നത് നമ്മൾ പറയും. അതാണ് ന്യായം. പിന്നെ വേറൊന്ന് പറയാ വെച്ചാൽ ഈ ലൈവ് കണ്ടവർക്കറിയാം, ഷാനവാസ് കുട്ടേടെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഷാനവാസ് ഇതിന് മുമ്പ് നിവിൻ പുറത്തു പോയി വന്നില്ലേ, പുറത്തു പോയി വന്നതിന് ശേഷം ഷാനവാസ് പറഞ്ഞിരുന്നു എനിക്ക് ബെഡ് ഷെയർ ചെയ്യാൻ ഇഷ്ടമല്ല. ബെഡ് ഷാനവാസ് എന്നോ പറയാൻ തുടങ്ങിയതാ, എനിക്ക് ബെഡ് ഷെയർ ചെയ്യാൻ ഇഷ്ടമല്ല, എനിക്ക് മാറണം വേറെ പോയി കിടക്ക്. അത് നിവിൻ അന്ന് ദേഷ്യം വന്നു. നിവിൻ എന്നിട്ട് ഷാനവാസിനോട് അകലുന്നു. പിന്നെ ആ കോംബോ വർക്ക് ആയിട്ടില്ല. ഈ ഷാനവാസ് പറഞ്ഞ ഒരു കോംബോ ഉണ്ടല്ലോ, അഭിഷേകൊക്കെ ഇന്നും എടുത്തിട്ട് പറഞ്ഞ ശല്യം ചെയ്യുന്ന കോംബോ, എന്തൊക്കെയാ അവര് പറഞ്ഞിട്ടുണ്ടാക്കണം. നിവിൻ പോയപ്പോ എല്ലാരും കരഞ്ഞ് സങ്കടപ്പെട്ടപ്പോ ഷാനവാസ് ഒന്ന് പറഞ്ഞു പോയതാ, ഞങ്ങൾ തമ്മിലുള്ള ഒരു കോംബോ ഉണ്ടായിരുന്നു, അതായിരുന്നു വിചാരിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞറിയോ. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾ, ഇപ്പൊ നെവിനെ പോലുള്ള ഒരു വ്യക്തി, ഇങ്ങനെയുള്ള വ്യക്തികളെ മാറ്റി സംസാരിക്കില്ല. ഇപ്പൊ നെവിനെ പോലൊരു വ്യക്തി അപ്പൊ നമ്മളെ മേലിങ്ങനെ വന്ന് തൊടുന്ന സമയത്തോ ആകുന്ന സമയത്തോ ചിലപ്പോ ഷാനവാസിന് തോന്നിയിട്ടുണ്ടാവും, അയാൾക്കത് പറ്റുന്നുണ്ടായിരിക്കില്ല. സമൂഹത്തിന്റെ പല രീതിയിൽ പല കോണിൽ നിന്നും പല ചിന്താഗതിയായിട്ട് വരുന്ന ആൾക്കാരാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. നെവിന് അവിടെ ഒരു സ്പേസ് ഉള്ള പോലെ തന്നെ ഷാനവാസിനും സ്പേസ് ഉണ്ട്. ഷാനവാസിന്റെ കാര്യങ്ങൾ പറയാൻ സ്പേസ് ഉണ്ട്. പക്ഷേ ഇന്ന് ഷാനവാസ് ചെയ്തതിൽ വെച്ചിട്ട് പൊറുക്കാനാവാത്തൊരു മിസ്റ്റേക്ക്, വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ എതിർക്കുന്നില്ല. അത് ശരിയായില്ല. അത് മാത്രം ഷാനവാസിന്റെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയത്, അത് ഷാനവാസ് പറയാൻ പാടില്ലായിരുന്നു. അതായത് നിന്നെ പോലുള്ള ബസ്സിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കാണുന്നുണ്ടെന്ന് ഒരിക്കലും ആ കേൾക്കുന്ന വ്യക്തിക്ക് സങ്കടം വന്നുപോയി. അതിൽ നെവിൻ കരയുന്ന കണ്ടപ്പോൾ ഞാൻ പറയുന്നത് എന്താ പറയുക, മനഃപൂർവ്വം ഇങ്ങനെയാണ് ഞാൻ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാറ്. മനഃപൂർവ്വം ഇവരൊന്നും അങ്ങനെ ആവുന്നവരല്ല. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹോർമോൺ ചേഞ്ചസ് കാരണമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന പോലെ ദൈവം ഇങ്ങനെ ആക്കി അവര് മനഃപൂർവ്വം. അവർക്കൊക്കെ സാധാരണ നോർമൽ ആൾക്കാരെ പോലെ ഇതേപോലെ കുറെ ആൾക്കാർ എതിർക്കാത്ത രീതിയിൽ ജീവിക്കാനാവുമല്ലോ ഇഷ്ടം. പക്ഷെ അവർക്ക് പറ്റാഞ്ഞിട്ടാണ് അത് ആ രീതിയിൽ തന്നെ എടുക്കണം. പക്ഷെ ഇതിപ്പോ നമ്മൾ ഇവര് നിവിനെയും അതിലേനെയൊക്കെ പറ്റി പറയണത് അവര് നോർമൽ അല്ലാത്തതുകൊണ്ടല്ല, അവരുടെ ക്യാരക്ടറും അവരുടെ ഗെയിം നോക്കിയിട്ട് ഈ 2 ദിവസത്തെ ഗെയിമാണ് നമ്മൾ പറയുന്നത്. റിയാസാണ് കാരണക്കാരൻ, ഇവനാണ് കാരണം, ഇവൻ എവിടെയും കാരണക്കാരനാവുകയാണ്. അപ്പൊ സമൂഹത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ വരുന്നത് കൊണ്ട് അവരെ റെപ്രസെന്റ് ചെയ്ത് വരുന്ന ഒരാളാണ് ഷാനവാസിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് വരാൻ ഒരിക്കലും പാടില്ലായിരുന്നു. വളരെ സീരിയസ് ആയിട്ട് ലാലേട്ടൻ അത് ചോദിക്കണം, അത് യാതൊരു സംശയമില്ല. പക്ഷെ മാത്രം ചോദിച്ചിട്ട് ഈ ആഴ്ച ഉണ്ടാവാൻ പോണ ഒരു സംഭവം ഞങ്ങൾക്ക് ചെറിയ സംശയമുണ്ട്. ഈ ആഴ്ച ഉണ്ടാവാൻ പോണ സംഭവം സംശയമല്ല, ഒരു കാര്യം ഷുവറാണ്, ലാലേട്ടൻ വരുന്നു. വേറെ ആർക്കും തോന്നാത്തത് ഷാനവാസിന് തോന്നി എന്ന് പറഞ്ഞിട്ട് ഷാനവാസിന് എടുത്തിട്ട് കൊടയും. പ്ലസ് ഷാനവാസ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് കൂടി വളരെ മോശമായിട്ട് ഷാനവാസിനോട് സംസാരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, എനിക്ക് എൻ്റെ പേഴ്സണലായി ഞാൻ ഇത് എന്നോട് ഷെയർ ചെയ്തില്ലേ, നമ്മളൊരു ഗട്ട് ഫീലിംഗ്, ചില ആൾക്കാരെ കുറിച്ച് നമുക്കൊരു ഗട്ട് ഫീലിംഗ് വരും.
വിച്ച് വിൽ ബി വെരി ബാഡ് അല്ലേ? അത് വളരെ മോശമായി പോവും, വളരെ കഷ്ടമായി പോവും. കാരണം വെച്ചാൽ എനിക്ക് എന്തോ പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്, ഷാനവാസ് ഒരു 100 ദിവസം എയിം ചെയ്ത് നിൽക്കുകയല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഒരുപക്ഷെ ചിലപ്പോൾ ആത്മാഭിമാനം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ അറിയില്ല. ഷാനവാസ് ഷോ ക്വിറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് എനിക്കിങ്ങനെ സംശയം. ഞാൻ ചെയ്യുന്നല്ല പറയുന്നത് കേട്ടോ, പക്ഷേ ഷാനവാസിൻ്റെ അന്നത്തെ സംസാരവും പ്രത്യേകിച്ച് ബിഗ് ബോസിനെ പ്രകോപിപ്പിക്കുന്ന രീതിയിലാണ് ഷാനവാസ് ഇന്ന് സംസാരിച്ചിട്ടുള്ളത്. നിങ്ങൾ ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഷാനവാസും അനീഷും കൂടി സംസാരിച്ചിട്ടുള്ളത് ചെറിയൊരു പ്രകോപനം പോലെ, അതായത് സിനിമ വരുന്നുണ്ട് എന്നിട്ട് പറഞ്ഞ് ചിരിക്കുക. അപ്പം അനീഷ് മാക്സിമം സത്യം പറയാലോ, അനീഷിന് കൂടുതലായിട്ട് ആ കോംബോ അനീഷിന് ഇഷ്ടപ്പെട്ടു പോയി. കാരണം എത്രയാണ് അനീഷ് ഷാനവാസിനെ ടേക്ക് കെയർ ചെയ്യുന്നതെന്ന് മനസ്സിലാവും. അവരൊന്നും ഇത്രയും അടിപൊളിയായിട്ട് നടന്നല്ലേ കോട്ടന്നൂർക്കാർ, എന്തൊരു സ്നേഹ. ഷാനവാസിനെ അത്രയും സപ്പോർട്ട് ചെയ്യാണ്. അതായത് അനീഷിനെ മാറ്റിയിരുത്തുന്ന സമയത്തും കൂടി ഷാനവാസിനോട് അനീഷ് പറയാണ്, പിന്നെ ട്രിഗർ ചെയ്യരുത്, നിന്നെ കൂട്ടം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കും, നീ ചെയ്യരുത്. ഇത്രയും ടേക്ക് കെയർ ചെയ്യുന്ന ഒരു സുഹൃത്ത് അതിനുള്ളിലുണ്ട്. അപ്പൊ ഷാനവാസ് കുറച്ചും കൂടി ശ്രദ്ധിച്ചിട്ട് ഒരു ടോപ്പ് 5 വരാൻ കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ്. അപ്പൊ അത് കളഞ്ഞു കുളിക്കാതിരിക്കുക. പിന്നെ ബാക്കിയൊക്കെ അയാളുടെ ഇഷ്ടം അല്ലേ? ബാക്കിയൊക്കെ അയാളുടെ ഇഷ്ടം എന്താണ്. പിന്നെ ഇപ്പൊ ഈ നിവിന്റെ കേസിലുണ്ടല്ലോ, അതിപ്പോ ലാലേട്ടൻ ചോദിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പൊ വലിയ നല്ല പുള്ളി ചമയണ ആദിലെയാണ് പിന്നെ ശരിക്കും ഷാനവാസിനെ സ്ക്രൂ ചെയ്ത് വിട്ടത്. അത് കാണിക്കണം, ആദിലയോട് ചോദിക്കണം. ആദില ശരിക്കും ഇതിലൊരു പാർട്ടാന്നുള്ളത് ലാലേട്ടൻ പറയണം. കാരണം ആദില ഇപ്പൊ വലിയ ആളായിട്ട് റിയാസ് വന്നോട് കൂടി ഒറ്റ മാറി. എന്നിട്ട് നിവിൻ തന്നെ ഇപ്പൊ പറയണുണ്ട്, എന്താണ് ആദില അത് അങ്ങനെ മനസ്സിലാക്കാതെയോ എന്തൊക്കെയാ പറയുക, അതിലേനെ ന്യായീകരിക്കുന്നു. എനിക്കറിയില്ല അത് എന്ത് പരിപാടിയെന്ന് മനസ്സിലായില്ല. വളരെ മോശമായി പോയി അതിലൂടെ ക്യാരക്ടറെ ഒരു ഭാഗം മാത്രം കാണിച്ചിട്ട് വീട്ടിലേ ഉണ്ടാവുള്ളൂ. ശരിക്കും ഈ നൂറ് പാവാട്ടോ, നൂറുണ്ടല്ലോ, എനിക്ക് പലപ്പോഴും ലൈവ് കണ്ടാൽ മനസ്സിലാവും. നൂറ് പലപ്പോഴും ആദില പറയണനുസരിച്ചിട്ടാ ചെയ്യണത്. നൂറയ്ക്ക് പേടി പോലെയാ, എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ബേബി, കുഴപ്പമില്ലല്ലോ, എപ്പോഴും മനസ്സുകുത്താ, എപ്പോഴും നൂറയ്ക്ക് ചോദിക്കണം. അപ്പൊ ഞാൻ പറയുമ്പോ ഈ ആദില പോയിട്ട് നൂറ് ഒറ്റയ്ക്ക് നിൽക്കണം അവിടെ. കാരണം എന്താണെന്നറിയോ, ഇന്നിപ്പോ ആദില ഭയങ്കരമായിട്ട് ഈ ഒരു ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നൂറയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, നമ്മൾ ഇമോഷണലി എടുക്കരുത്. നമുക്ക് ഇന്നാ തോന്നിയത്. കഴിഞ്ഞ ദിവസം ഷാനവാസിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്തൊന്നും ഇമോഷണലി എടുക്കരുത്, ഇല്ലെങ്കിൽ ഷാനവാസിന്റെ പോലെ ആയി പോകുന്ന പറഞ്ഞിട്ട് എന്തുപോലെയാണ് ആ മനുഷ്യനെ കുറ്റം പറയുന്നത്. ഭയങ്കരമായിട്ട് കുറ്റം പറയാ, പുച്ഛിക്കുക, അയാള് പറഞ്ഞ പുച്ഛിക്കുക. റിയാസ് പുറത്തുനിന്ന് വന്നിട്ട് റിയാസ് കൊടുത്ത ഇൻഫർമേഷൻ പ്രകാരം ആദിലയ്ക്കും നൂറയ്ക്കും നല്ലോണം സപ്പോർട്ട് ഉണ്ട്, എല്ലാവരും അവരുടെ കൂടെ ഉണ്ട്. തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതിനെ വഴി തെറ്റിച്ചു, ആ 2 എണ്ണത്തിനെയും വഴി തെറ്റിച്ചു. അതിന് നൂറയ്ക്കൊന്നും കൂടി സപ്പോർട്ട് ഉള്ളത് കൊണ്ടും നൂറയുടെ ഈ ഒരു ക്യാരക്ടർ കൊണ്ടും ഒരു പക്ഷെ ചിലപ്പോൾ അത് നിന്ന് പോവാം. ആദിലയുടെ ഈ വെറുപ്പിക്കൽ സ്വഭാവം കാരണം അധികം പുറത്താവാനുള്ള ചാൻസസ് കാണുന്നുണ്ട് അല്ലേ? അപ്പൊ അതിന്റെ നെവിന്റെ ഇന്നിപ്പോ അഭിഷേക് ജയദീപ് എന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നെവിന്റെ അമ്മയ്ക്കൊക്കെ ഭയങ്കര സങ്കടമായി പോയത്. സ്വാഭാവികമായിട്ട് സങ്കടം വരാതിരിക്കില്ല അല്ലെ? ബസ് എന്ന് പറഞ്ഞ അഭിഷേക് എപ്പോഴും ഇട്ടിട്ടില്ലേ? അല്ല, അഭിഷേക് ഇന്ന് വീഡിയോ ചെയ്തു. ഇന്ന് വീഡിയോ ചെയ്തത് എപ്പിസോഡ് കഴിഞ്ഞിട്ടല്ലോ. അല്ല, എപ്പിസോഡ് കഴിഞ്ഞിട്ടല്ല, ഈ വിഷയം റിലേറ്റഡ് ആയിട്ട് അതേപോലെ സംസാരിച്ചു. അതായത് ബസ് സ്റ്റാൻഡിന്റെ കാര്യം പറഞ്ഞു. എനിക്കെന്താ അറിയോ ഇതിങ്ങനെ വല്ലാണ്ട് തോന്നാത്തത്, ഒരിക്കലും ഈ ഷാനവാസിനെ പോലുള്ള ഒരാളൊന്നും ഇതൊന്നും നുണ പറയില്ല കേട്ടാ. അവനാനിക്കൊരു നാണക്കേടല്ലേ, ഡിസ്കംഫർട്ട്. അപ്പൊ ഈ നിവിന്റെ തൊടലൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പൊ ഇഷ്ടമില്ലെങ്കിൽ അതിനനുസരിച്ച് ഒന്ന് വിട്ടു നിൽക്കുക. അല്ല, അങ്ങനെ അനുഭവമുള്ള ഒരുപാട് പേര് നമ്മുടെ റിയൽ ലൈഫിലുണ്ട് അല്ലേ? പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ കാശ് വാങ്ങിയിട്ട് അതിനുള്ളിൽ ചെന്ന് നാടകം കളിക്കുന്ന ഒരു റിയാലിറ്റി ഷോ അല്ല. ഇത് ലാലേട്ടനും ബിഗ് ബോസ് ഒന്നും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. കാരണം അവരെ ഷോയ്ക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ ഇയാളെ പുറത്ത് വെക്കുക, പിന്നെ ഇയാൾക്കെതിരെ എന്ത് ചെയ്യാനാ, ഒന്നും നടക്കില്ലല്ലോ. അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യില്ല, അതൊന്നും സംഭവിക്കില്ല. പക്ഷെ എന്ത് തീരുമാനമാണ് ബിഗ് ബോസ് എടുക്കുക എന്നുള്ളത് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ഒരു സംഗതി പറയാം, ഷാനവാസിനെ മാക്സിമം ഫയർ ചെയ്യും. അത് പിടിച്ച് നിന്ന് ഷാനവാസ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഷാനവാസിൽ നിന്ന്, കാരണം ഷാനവാസിനെ സംബന്ധിച്ച് അത് വലിയൊരു കടമ്പയാണ്. കാരണം വെച്ചാൽ നല്ല ഫയറിങ് കിട്ടിക്കഴിഞ്ഞാൽ ഷാനവാസ് അതിനനുസരിച്ച് എന്താണ്. കാരണം വെച്ചാൽ ഇന്ന് ഷാനവാസിനോട് ഒരുപാട് പേര് കുറച്ച് ദിവസം ഷാനവാസിന്റെ പിന്നെ വിവരമൊന്നും ഇല്ലായിരുന്നു, കാര്യമായിട്ടുള്ള കോണ്ടന്റ് ഒന്നും ഷാനവാസ് കൊടുത്തിരുന്നില്ല. ഇന്ന് രാവിലെ ഒന്ന് ഫയർ ആയപ്പോൾ തന്നെ ആൾക്കാർ ഒന്ന് സ്ട്രോങ് ആയി. കാരണം എന്താ വെച്ചാൽ അപ്പുറത്തിരിക്കുന്ന മറ്റവനാണ്. അവനെ ഞാൻ ഈ റിയാസിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവൻ ആർക്കെതിരെ സംസാരിച്ചോ അവർക്ക് സപ്പോർട്ട് കൂടും. സോഷ്യൽ മീഡിയന്റെ തന്നെ അവസ്ഥ അതാണ്. ഞാൻ ഇന്നലെ ഷിയാസ് കരീമിനെ പറഞ്ഞു, പിന്നെ എന്തിനാ അതിൻ്റെ ഉള്ളിലേക്ക് വന്നതെന്ന് ചോദിച്ചു. അതിലേറെ കഷ്ടമായിരുന്നു. ഒരു ഗസ്റ്റ് ഇന്ന് രാവിലെ വന്ന് നിന്നിട്ട് മീറ്റിംഗ് വിളിക്കുക, ഹോട്ടൽ ടാസ്ക് ആണെങ്കിൽ തന്നെ ഗസ്റ്റ് ആണോ മീറ്റിംഗ് വിളിക്കുക?
ഈ അക്ബർ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടില്ല ഇത്. അക്ബറൊക്കെ നമ്മളിപ്പോ ഈയിടെ ഭയങ്കര അക്ബർ സപ്പോർട്ട് ചെയ്തിരുന്നു. അക്ബർ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യൻ. പക്ഷെ അക്ബർ ഒരു ഇതില്ലാന്ന്, ഒരു സ്ട്രോങ് അല്ല. അവര് സീസണിൽ അറ്റ്ലീസ്റ്റ് അവരുടെ സീസൺ ആണെന്നെങ്കിലും ബോധം വേണ്ടേ അക്ബറിന്? അതെങ്കിലും ഒരു അക്ബറിന് ഒനിയിൽ ഇവർക്കൊക്കെ ഒരു ബോധം വേണ്ടേ? ഇത് സീസൺ 7 ആണ്, ഇത് ഞങ്ങളുടെ സീസണാണ്. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം വിഷ്ണു പറഞ്ഞ ഡയലോഗാണ്, ആ ഡയലോഗ് അടിക്കണ്ടേ? അതെ, പറഞ്ഞ പറയാ തന്നെ ഉള്ളൂ. വേറെ പിന്നെ എന്തൊക്കെയാ? വേറൊന്നുമില്ല, വേറെ ഇപ്പൊ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കോയിൻ കൊടുത്ത പരിപാടി കഴിഞ്ഞു. ഉച്ചയ്ക്ക് ശേഷം ഒരു പാട്ടും പാടിയിരുന്നു. ഇപ്പൊ രാത്രി ലക്ഷ്മിന്റെ പിറന്നാളാണ്. അത്ര തന്നെ ഉള്ളൂ അല്ലേ? എന്തായാലും റിയാസ് ഗെയിം ചേഞ്ചർ. സത്യം പറഞ്ഞ അവൻ ഇപ്രാവശ്യം ഗെയിം ചേഞ്ചറായി. അവൻ ഇപ്രാവശ്യം ചേഞ്ച് ചെയ്ത ഗെയിം ആദിലേന്റെയാണ്. ആദിലൊക്കെ ഇട്ട് നല്ല കോളായി. അയ്യോ, ആദിലേനി നൂറേനി എല്ലാരും സപ്പോർട്ട് ചെയ്ത് പോയി. സത്യം കേട്ടോ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പൊ അത്ര തന്നെ ഉള്ളൂ. ഇതോ വേറെ എന്തൊക്കെയുണ്ട് നമ്മൾ പറയാൻ കുറെ കണക്കാക്കി വെച്ചിരുന്നില്ല, എഴുതി വെക്കാത്തതുകൊണ്ടേ പക്ഷെ മിസ്സായി പോയി അല്ലേ? അപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല. ക്യാമറ ചൂടാവുന്നു. ഓക്കെ, അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.